ഹായ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകുന്നേരം കുറച്ച് നേരം ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ കാണുന്ന അമ്പലത്തിൻ്റെ അവിടം വരെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പം മുന്നിൽ നടക്കുന്ന ആൾ നിങ്ങൾക്ക് പരിചയം കാണും, ആത്മിക. നേരത്തെ ഒരു ക്രാഫ്റ്റ് വീഡിയോയിൽ അവളെ കാണിച്ചിട്ടുണ്ട്. അവൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ചിപ്സും കഴിച്ചുകൊണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവളാണ് ഈ ചിരിക്കുന്നത്. അപ്പം അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇപ്പം ഞങ്ങൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പം അവിടെ കുറേ പേര് നിൽക്കുന്നൊക്കെയുണ്ട്. കാണിച്ചു തരാം. അതെ, കുറേ ചേട്ടന്മാർ നിൽപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ അമ്പലം. ഇത് അമ്പലക്കുളം അങ്ങനെയാണ്. ഇതൊക്കെ ശരി, അവിടെ സൈഡിപ്പുണ്ട്. ഇതാണ് ഗൈസ് പിള്ളേർ. അപ്പോൾ ഇവിടെ ചുറ്റുപാടൊക്കെ ഇങ്ങനെയാണ്. അപ്പം ഇവളെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്. അപ്പോൾ അവിടെ ഇതുണ്ട്, അവരുടെ പന്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളത്തിൽ വീണു. അതെടുക്കാൻ വേണ്ടിയാണ് അവർ ആ ശ്രമം കാണിക്കുന്നത് ഗൈസ്. കണ്ടോ, കിട്ടി പന്ത് കിട്ടി. അപ്പോൾ അവർ കുറേ പിള്ളേരെന്നും പറയാം ചേട്ടന്മാരെന്നും പറയാം. 2 ആൾക്കാർ ഓടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി, കാരണം അവരെ ഉണ്ട്, ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ചു പോയി. സംഭവം അവിടെ ആൾക്കാർക്ക് ഞങ്ങൾ കുറേ നിന്നില്ല, കാരണം ഇങ്ങോട്ട് തന്നെ നോക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നില്ല, തിരിച്ചു പോകണം. അപ്പോൾ അവരോട് ഞാൻ മുന്നേ നടന്നോളാൻ പറഞ്ഞു. അവിടെയൊക്കെ പിന്നെ മഴ പെയ്തതിൻ്റെ നനവാണ്. ആദ്യമായിട്ട് മഴ പെയ്യുന്നതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തിട്ട് എനിക്ക് മാത്രം ഞങ്ങളുടെ വീട്ടിൽ തണുപ്പുണ്ട് നല്ലോണം. ഇപ്പം പിന്നെ മഴയും ഇല്ലാതായി. പിന്നെ നമ്മൾ ചെറുതായിട്ട് നടക്കാൻ ഇറങ്ങിയത് മാത്രമാണ്. അതെ, അപ്പോഴത്തേക്കും ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു മൂഡ് വന്നപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു. ഓക്കെ. പിന്നെ ഗൈസ്, അതാണ് ഞങ്ങളുടെ പൂച്ച പോണു, ചിന്നൂസിനെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാണിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ മേലോട്ടൊരു വഴി കാണിച്ചില്ല, അത് മേലോട്ട് പോകുന്ന വഴിയാണ്. മേലോട്ടിനെ കാണിച്ചു. പിന്നെ അവിടെയൊക്കെ വീട്, ഇത് പോക്കറ്റ് റോഡ് പോലത്തെ ഒരു റോഡാണ് ഞങ്ങളുടെ അവിടുത്തെ. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ വീട്, വില്ല നടുക്കൂട്ടൊരു പോക്കറ്റ് റോഡ്, എന്നിട്ട് അപ്പുറത്തും വീട് പോലെ വില്ല എന്ന് പറയാം. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഒന്ന് കൂട്ടത്തിലോട്ട് അമ്മമാരും ഒക്കെ ഇങ്ങനെ ഇറങ്ങി നിന്ന് സംസാരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അവിടെ 2 പേരും അവിടെ നിൽപ്പുണ്ട്. മുന്നിൽ കാണുന്ന എൻ്റെ മമ്മയാണ് ഗൈസ്. ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി. ഞാനും ആത്മീയ മാത്രമേ പുറത്തോട്ട് പോയുള്ളൂ. അവരൊന്നും സിയാമ്മയുടെ ഒഴിച്ചു വരാവൂ എന്ന് വന്നില്ല, ആരും വന്നിട്ടില്ല. ഞങ്ങൾ 2 പേരും ഉള്ളായിരുന്നു. അതെ. പിന്നെ ആ സൈഡിൽ കൂടെ ഞാൻ എന്താ വീഡിയോ കാണിക്കുന്നതെന്ന് പറയണ്ടേ, സിയാമ്മനെ കാണിക്കേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. സിയാമ്മ കാണിച്ചിട്ടില്ല വീഡിയോയിലെന്ന് തോന്നുന്നു, പക്ഷെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കസ്റ്റേർഡ് ഫ്രൂട്ട്സിൻ്റെ, അത് സിയാമ്മ പറഞ്ഞതാണ് കേട്ടോ, പയ്യെ പറയുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഷോളൊക്കെ ഉരുട്ടിട്ട് ഒരാളെ കാണിക്കാനായിട്ട് പോകാം. പക്ഷേ ഇപ്പോൾ ഒരു സാധനം കൂടെ കാണിക്കാമേ. ഇപ്പം അവിടെ ഓടിച്ചെന്ന് ലൈറ്റ് ഇടുന്നുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജ് തുറന്ന ഒരു സാധനമുണ്ട്. ഈ 2 ബോക്സിനകത്ത് ഇരിക്കുന്നത്, താഴത്തെ എല്ലാ 2 ബോക്സിനകത്തും മാംഗോ പുഡിങ്ങാണ് സാധനം. മാംഗോ പുഡിങ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ചതേ ഉള്ളൂ, ചൂടാറിയിട്ട് വെച്ചോളൂ. ഇനി എടുക്കണം. അതപ്പം മാംഗോ പുഡിങ്ങാവും. മാംഗോ ഫെസ്റ്റിന് ഇവിടെ മാംഗോ ഫെസ്റ്റ് വന്നായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മുടെ ഈ പത്രത്തിലൊക്കെ ദേശാഭിമാനിയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ പോയി ഇങ്ങനെ വാർത്ത എടുക്കാൻ പോയത്. അപ്പം എല്ലാത്തിൽ നിന്നും ഓരോ മാങ്ങ ഫ്രീ ആയിട്ട് കിട്ടും. വലിയ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷേ വലിയ മാങ്ങയ്ക്ക് മൊത്തം ഭയങ്കര പൊളിയാണ്. പിന്നെ ഇവളുടെ ഡാൻസുകളൊക്കെ നിങ്ങൾ കണ്ടോ, അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. പിന്നെ എന്താ കാണിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഈവനിങ് ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ, ഞാൻ ചുമ്മാ ഒരു വൈകുന്നേരം എടുത്തതാണ് തോന്നുമ്പോഴൊക്കെ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റും. ഒരാളെ കാണിച്ചു തരാം. കണ്ടോ, അതെ, കളർ നിങ്ങൾ കാണിച്ചിട്ടുണ്ടോന്ന് കാണിച്ചിട്ടില്ലല്ലേ? കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കളർ കുഞ്ഞുങ്ങൾ. ഇതൊക്കെ വെറുതെയാണ്, വലുതാവുമ്പോൾ കളറൊക്കെ പോവും. യെല്ലോ ഗ്രീൻ റെഡ്, അതെ, യെല്ലോ ഗ്രീൻ റെഡ് പിങ്ക്, പിന്നെ വൈറ്റാണ് അതിൻ്റെ ഒറിജിനൽ കളർ. പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പം ഇന്നത്തേക്ക് തൽക്കാലം ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ.